ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. പരിശുദ്ധാത്മാവേ നീ നിത്യം വന്ദിരണേ. പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. പരിശുദ്ധാത്മാവേ നീ നിത്യം വന്ദിരണേ. പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും ഈശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും ഈശോ വരേണമേ ഉള്ളിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ഒരു ശക്തമായ സന്ദേശമാണ് കുട്ടികളെ സ്നേഹിക്കാനുള്ള സന്ദേശം, കുട്ടികളെ തടയരുത് എന്ന സന്ദേശം. കുറേ ദമ്പതികളാണ് കുട്ടികളെ തടയുകയാണ്. കോണ്ടം ഉപയോഗിച്ചും കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിച്ചും അങ്ങനെ പല രീതിയിൽ കുട്ടികളെ തടയുന്ന മക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി കാണിക്കുകയാണ്. കുട്ടികളെ സ്നേഹിക്കാൻ ഈശോ പറയുന്നു. കർത്താവ് തന്ന ആദ്യത്തെ അനുഗ്രഹം, ദൈവമാണല്ലോ ആദ്യത്തെ വിവാഹം നടത്തിയത്. ആദത്തിൻ്റെയും ഹവ്വയുടെ വിവാഹം ദൈവം നടത്തിയിട്ട് ദൈവം പറഞ്ഞതാണ്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, ആദ്യത്തെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹ ഭാഗം തന്നെ നമുക്ക് ഏറ്റുപറഞ്ഞൊന്ന് വായിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു. ഉൽപ്പത്തി 1:27 തിരുവചനേറ്റ് പറയുകയാണ്. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് അവരെ. എന്താണ് പറഞ്ഞത്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഇത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങളില്ലാത്തവരോട് സംസാരിച്ചാൽ നമുക്കറിയാം അവരുടെ ആ വിഷമം, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വിഷമം. അങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങളുണ്ടാവാൻ ദൈവം അനുഗ്രഹിച്ചിട്ടും അത് തടയുന്ന ഒത്തിരി മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊരിക്കലും ഐശ്വര്യം ഉണ്ടാവില്ലെന്ന് ഒരിക്കലും ഒരു ദൈവസ്വര സന്ദേശം ഞാൻ കേട്ടത് ഓർക്കുകയാണ്. ഇതേ ആശയം തന്നെ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 6-ാം തിരുവചനത്തിലും ഈ കുട്ടികളെ സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ വചനമാകെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഏറ്റുപറയുന്നു. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രീ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ.
കണ്ടോ, നിങ്ങളുടെ സംഖ്യ ഒരിക്കലും കുറഞ്ഞു പോകരുത് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനത്തിൽ ഈശോയുടെ അടുത്തേക്ക് ഈ ശിശുക്കളെ, കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണ്. മാതാപിതാക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ ശിഷ്യന്മാർ അത് തടയുമ്പോൾ ഈശോ അവരെ ശകാരിച്ചു എന്നാണ് പറയുക. ഈശോ ശിഷ്യന്മാരെ ശകാരിച്ചുകൊണ്ട് പറയുകയാണ്, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുക, അവരെ തടയരുത്. കാരണം ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഈശോ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പല മക്കളും കുഞ്ഞുങ്ങളെ തടയുകയാണ്, കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് തീരുമാനിക്കുകയാണ്. അതിൻ്റെ കാരണം കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ വചനഭാഗം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോ, ആ വചനഭാഗമാണ് മർക്കോസ് 10:13 മുതൽ ഏറ്റുപറയുന്നു. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഭൂമിയിൽ നിനക്ക് ജന്മം തന്ന മാതാപിതാക്കളെ, മൂത്തവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. കണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെതായൊരു ശിക്ഷ, അതിൻ്റെതായൊരു വേദന നിനക്കുണ്ടാവുമെന്ന് ബൈബിളിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കാത്ത കുട്ടികൾക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ വലുതായിരിക്കും കുട്ടികളെ നശിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ. കണ്ടോ, കുട്ടികളെ നശിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ നിസ്സാര ശിക്ഷയല്ല. ഇന്ന് കുറേ മക്കളാണ് അബോർഷൻ, ഭ്രൂണഹത്യ ചെയ്ത് കുഞ്ഞുങ്ങളെ കൊന്നുകളയുക. ഇതിനെപ്പറ്റി ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ആ വചനഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 6-ാം തിരുവചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കളെ ഞങ്ങളുടെ പൂർവികരാൽ നശിപ്പിക്കാൻ അങ്ങ് തിരുമനസ്സായി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നിസ്സഹായരായ നിഷ്കളങ്കരായ കുഞ്ഞുകുട്ടികളെ കൊന്നുകളഞ്ഞ മാതാപിതാക്കളെ നശിപ്പിക്കാൻ ദൈവം തിരുമനസ്സാവുകയാണ്. നമുക്കറിയാം ആരാണ് കുഞ്ഞുങ്ങളെ കൊല്ലുക. ഹെറോദോസ് രാജാവ് ഈശോ ജനിച്ചപ്പോൾ 2 മതി താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് കൊന്നുകളയുകയാണ്. കണ്ടോ, കൊല്ലുന്നത് ആരാണ്? കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പിശാചാണ്. അതുപോലെ തന്നെ ഫറവോ മോശ ജനിച്ചപ്പോൾ 2 മതി താഴെയുള്ള എല്ലാ കുഞ്ഞുകുട്ടികളെ കൊല്ലുന്നത് കാണാൻ സാധിക്കും. ആരാ കൊല്ലുക? കൊല്ലുന്നത് മുഴുവനും പിശാചാണ്. കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പിശാചാണ്. അതുകൊണ്ട് കുഞ്ഞു കുട്ടികളെ കൊന്നുകളഞ്ഞ, അതായത് അബോർഷൻ ചെയ്ത മാതാപിതാക്കളെ നശിപ്പിക്കാൻ ദൈവം തിരുമനസ്സാവുകയാണ്. ആരുമില്ലാത്തൊരു ദൈവം ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് മക്കൾ ദൈവത്തിൻ്റെ ദാനാണെന്ന് മനസ്സിലാക്കി 2 കൈയോടുകൂടിയ സന്തോഷത്തോടെ ധാരാളം മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ കൊച്ചുദേശയുടെ അപ്പനമ്മയും ലൂയി മാർട്ടിൻ സിലിംഗരിൻ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒന്ന് പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ദൈവമേ, ഞങ്ങൾക്ക് ധാരാളം കുട്ടികളെ തരണേ, ഈ കുട്ടികളെയൊക്കെ നിനക്ക് സമർപ്പിക്കാനുള്ള കൃപയും തരണേ. ഈ പ്രാർത്ഥനയോടെ ഈ വചനഭാഗം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാനമാണ് മക്കൾ. ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച്
നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. കരങ്ങളെത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഏറ്റുപറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം നിറയട്ടെ. ശിരിരിരി സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് നിരക്കാത്ത എല്ലാ ചിന്തകളും രീതികളും പ്രവൃത്തികളും മാറിപ്പോട്ടെ. ഷിയാ റിയ IVF-ന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. ഷിയാ ദിയ 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 ദിയ. കുഞ്ഞുങ്ങളെ തടയുന്ന സ്വഭാവം മാറിപ്പോട്ടെ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അബോർഷന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. അബോർഷന് കൂട്ടുനിൽക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷിയാ ദിയ 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 ദിയ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കളുടെ രോഗപീഠകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു കുട്ടികളെ, കൈക്കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ എടുത്ത് അനുഗ്രഹിക്കണമേ ഈശോയെ. ഒന്ന് വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്നൊന്ന് വിളിച്ച്. യേശുവേ, യേശുവേ, യേശുവേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ചുകൊണ്ട് ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ഒരു പുതിയ ബോധ്യങ്ങൾ ലഭിക്കട്ടെ. തെറ്റായ ബോധ്യങ്ങൾ മാറിപ്പോട്ടെ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. എല്ലാവരെയും സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരാനുള്ള കൃപ ലഭിക്കട്ടെ. കരമുയർത്തി സ്തുതിക്കുക. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവ, പുത്രനായ ദൈവ, പരിശുദ്ധാത്മാവായ ദൈവ, അമലാത്മാവ്, മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടണേ, തിരുരത്തെത്താൻ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ അഭിചാര ഗൂഢോത്ര ദുഷിദോഷം പൈശാചിക പീഡന ബാധകള് ഞങ്ങളുടെ കുടുംബത്തിനും കൂട്ടായ്മയിൽ നിന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ദൂരേറ്റണമേ. പാപകരമായ സകലവും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വസദന ദൈവത്തിന്റെ ചതിയായ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യ ചതിയരും മതിസ്ഥാനം മികാ റഫ ഗബ്രിയ മലമാന ശക്തമായ സാന്ത സംരക്ഷണ ശരീരത്തിന്, മനസ്സിന്, ആത്മാവിലും കുടുംബത്തില്, വ്യക്തിജീവിതത്തിലെ സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലുള്ള വസ്തുക്കളും പശുക്കളും മാനസിക, ശാരീരിക, ആത്മീയമായിട്ടുള്ള, മാനസികമോ പ്രാപഞ്ചികമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10, ലുക്ക 4:2, മർക്കോസ് 16:5, 1:3 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രം വന്നിട്ട് ശ്രദ്ധിയ സകലവിധ പ്രകൃതിക്ഷമ ഇടിമിനെ ഇടിവിട്ട് ആശ്രയങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വൈരാൻ തർക്കങ്ങൾ കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ദിവ്യാസത്തിൽ കോപാസത്തിൽ ഭക്ഷണാസത്തിൽ സ്വയംപോക്ക സ്വർഗപോക്ക തെറ്റായ ബന്ധങ്ങളെ സ്നേഹങ്ങള് വ്യഭിചാര ദുർബുദ്ധ അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാദരസം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാസം മനോരസം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് മാറ്റിയും ചെറുതിന് രോഗപീഠകള് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റമോ ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസങ്ങളുടെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വചനം വായിക്കാൻ ജപമാറ്റുള്ള തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വരദാനം കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രരുടെ ആക്രമണങ്ങൾ അതിന്റെ പിന്നപത്യം തിന്മയിൽ അരിവിൽ അന്ധകാശത്തിലെ സാധാരണ ദുഷ്ടശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശ്വര കുരിശിൽ നാട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശമെന്ന സാധാനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. വിട്ടുപോട്ടെ. കരം ഉയർത്തിപ്പിടിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തിന്റെ മേൽ ആവസിക്കും. ആകിയാ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആലുലി ആലുലി വിശുദ്ധരായ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. നല്ല നല്ല ദൈവങ്ങളുണ്ടാകട്ടെ. ഈ കുഞ്ഞുങ്ങളെ കർത്താവിനെ സമർപ്പിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഷിയാ ദിയ കരങ്ങളടിച്ച്
തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. വിശുദ്ധ കുർബാനിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അവിടുത്തെ നോക്കി പ്രകാശിതരായി അവൻ ലജ്ജിതരാവില്ല. അനുതാപത്തിന് അഭിഷേകം നിറയട്ടെ. കുഞ്ഞുങ്ങളെ തടയുന്ന സ്വഭാവങ്ങൾ മാറിപ്പോട്ടെ. ധാരാളം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധരായ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. പാപശാപ ബന്ധനങ്ങൾ വിട്ടുപോട്ടെ. കരവുളിയത്തെ എല്ലാവരും ശ്രദ്ധിച്ച് ആരെയും ശ്രദ്ധിക്കുന്നത് അറിയാവുന്ന പോലെ അല്ലേലിയ പറഞ്ഞ് ശിരിരി പ്രായമായവരെല്ലാം ശ്രദ്ധിക്കുക. യുവതി യുവാക്കന്മാരെ ശ്രദ്ധിക്കുക. ദമ്പതികളെല്ലാം ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് പോരാ ശ്രദ്ധിക്കുന്നു. സ്തുതിക്കുന്നു. ഹാലുലിയ ഹാലുലിയ പറഞ്ഞ് ശ്രദ്ധിച്ചേൻ. ഹാലുലിയ 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 ഹാലുലിയ. ഭാഷയുള്ള ഭാഷ അത് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. കിഡ്നി സ്റ്റോൺ ഉള്ളവർ പ്രാർത്ഥിക്കുക. കിഡ്നി സ്റ്റോൺ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു തവണ ഓപ്പറേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണെന്ന് ഈശോ കാണിക്കുന്നു. ആ വ്യക്തിക്ക് കർത്താവ് കിഡ്നി സ്റ്റോൺ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അനിലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അനില് ട്രീസയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഷുഗർ മൂലം കാലിൽ മുറിവ് ഉണങ്ങാത്തത് നിമിത്തം മുറിച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. സാക്ഷ്യപ്പെടുത്തുക. ഒരു കുടുംബത്തിൽ നിന്ന് അതിഭയങ്കരമായ പാറ്റശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പീരീഡ് സമയത്ത് അതിശക്തമായ വേദന ഛർദി മാറ്റി 3 മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മാത്യു എന്ന മകന്റെ സാമ്പത്തിക മേഖല ഈശോ ഇടപെടുന്നാട്ടി കാണിക്കുന്നു. ആശ എന്ന മകളെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അതിശക്തമായ മുട്ടുവേദനയുള്ള 6 പേർക്ക് മുട്ടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റോസി എന്നൊരു പേരും ഈശോ തരുന്നുണ്ട്. റോയി എന്ന മകനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. കണ്ണിക്കേട് അല്ലെങ്കിൽ ചെങ്കണ്ണ് ബാധിച്ച ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. 30 സെന്റോളം വരുന്ന ഒരു പറമ്പിന്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കുക. ചിന്നു എന്ന വിളിപ്പേരുള്ള ഒരു കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരു മകനോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം നൽകുന്നു. കാൽമുട്ടിന്റെ ചിരട്ട തെന്നിപ്പോകുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അമല എന്ന പേരുള്ള ഒരു മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. അസിഡിറ്റി കർത്താവ് 2 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എന്ത് ഭക്ഷണം കഴിച്ചാലും പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥയുള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സോപ്പിന്റെ അലർജി കാരണം കൈ വിണ്ടു കീറി പൊട്ടുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി ഒരു മകളെ അനുഗ്രഹിക്കുന്നു. ഗർഭിണിയായ ഒരു മകളുടെ ചൊറിച്ചിൽ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. മാത്യുവിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി കൈവേദന കൈമുട്ട് നിവർത്താൻ പറ്റാത്ത അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂക്കടപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ള റീത്ത എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്ദേശം തരുന്നു. സണ്ണി എന്നൊരു പേരും ഈശോ തരുന്നു. ഓവർ ബ്ലീഡിംഗ് ഉള്ള ഒരു അധ്യാപികയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. തുടർച്ചയായി വിവാഹം മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ശരീരം മുഴുവൻ ശക്തമായ ചൊറിച്ചിലുള്ള ഒരു സഹോദരനോട് വീട് വെഞ്ചരിക്കാനും എന്നും ബന്ധന പ്രാർത്ഥന ചൊല്ലാനും കർത്താവ് സന്ദേശം നൽകുകയാണ്. ആ ചൊറിച്ചിൽ കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. വിൻസിയെയും കുഞ്ഞിനെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. ബ്രെയിനിന്റെ അണുബാധയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. അതിശക്തമായ മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നിമ എന്ന മകൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വീടിനോട് ചേർന്ന് വൻ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന 40 ലക്ഷത്തോളം കടം വീട്ടാനുള്ള ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്നാട്ടി കാണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം കർത്താവ് തരുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്
ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും സ്തുതിക്കുന്നു. ഷിയ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിയ റിയ റിയ വചനത്തോടുള്ള താല്പര്യം നിറയട്ടെ. വചനം വായിക്കാൻ തടസ്സം മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഡിൻഡു. ഞാൻ ഇവിടെ കോഴിക്കോട് തന്നെയാണ്. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് സംഭവിച്ച രോഗശാന്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഒക്ടോബർ മാസത്തിൽ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായി ഡോക്ടറെ കാണാൻ പോയി. ചെക്കപ്പിൽ കൊളസ്ട്രോൾ ഉണ്ടെന്നല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു കഴുത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു തടുപ്പ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ടെൻഷൻ കാരണം അദ്ദേഹം പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിൽ അതിൽ തൈറോയിഡിലൊരു ഗ്രോത്ത് ഉണ്ടെന്ന് കണ്ടു. അപ്പം അവർ FNACക്ക് വിട്ടു. FNACക്ക് വിട്ടപ്പം എത്രയും പെട്ടെന്ന് ആ ഗ്രോത്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ ചാക്കോങ്ങളുടെ അടുത്ത് പോയി ഞങ്ങൾ സ്പിരിച്വൽ ഷെയറിങ്ങിന് പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്ഭുതങ്ങളുടെ ജയമാല നിയോഗം വെച്ച് കൂടാൻ പറഞ്ഞു. തമ്പുരാൻ ആ രോഗം എടുത്തു മാറ്റുമെന്ന് പറഞ്ഞു. അന്ന് മുതൽക്ക് എൻ്റെ എല്ലാ ജോലികളുടെ ഇടയിലും ഞാൻ അത്ഭുതങ്ങളുടെ ജയമാല കൂടിക്കൊണ്ടിരുന്നു. ഒക്ടോബർ 10 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 11 സർജറി കഴിഞ്ഞു. തൈറോയ്ഡ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. അതിൽ ക്യാൻസർ ഉണ്ടെന്ന് അപ്പം തന്നെ പറഞ്ഞു. അവർ പെത്തോളജി റിപ്പോർട്ടിന് അയച്ചു. തിങ്കളാഴ്ച റിപ്പോർട്ട് വന്നു തൈറോയ്ഡ് ക്യാൻസറാന്ന് പറഞ്ഞു. ഈ സമയങ്ങളിലെല്ലാം ഞാൻ അത്ഭുതങ്ങളുടെ ജയമാല പങ്കെടുത്തുകൊണ്ടിരുന്നു. റിപ്പോർട്ടിന് ശേഷം ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു 95% കുഴപ്പമൊന്നുമില്ല. തൈറോയ്ഡ് എടുത്തതിൽ ക്യാൻസർ ഉണ്ടെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. അതിന് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ തമ്പുരാനോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൽറോയിൽ ഏകദിനത്തിനെത്തി ശനിയാഴ്ച. അങ്ങനെ ഞാൻ തമ്പുരാൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ തമ്പുരാനെ എൻ്റെ ചേട്ടനെ അങ്ങ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അൾത്താരയിൽ നിന്ന് എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അച്ഛൻ ഒരുപാട് മെസ്സേജസ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞ മെസ്സേജ് ഇങ്ങനെയാണ്: തൈറോയ്ഡ് സർജറി കഴിഞ്ഞൊരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന്. ധ്യാനം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം ചേട്ടനോട് പറഞ്ഞു ഇങ്ങനൊരു മെസ്സേജ് അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അത് ചേട്ടനെ തന്നെയാണ്, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിറ്റത്തെ ആഴ്ചയും ഞാൻ ഏകദിന കൺവെൻഷന് വന്നു. കടലുണ്ടിയിലേക്ക് എത്തി. അന്ന് അൾത്താരയിൽ കയറിയ ഉടനെ അച്ഛൻ പറഞ്ഞ മെസ്സേജ് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല. ഒരു രോഗത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മകനോടുള്ള സന്ദേശമാണ് അച്ഛൻ പറഞ്ഞത്. എൻ്റെ ഹസ്ബൻഡ് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. നാളെക്കുറിച്ച് ആലോചിച്ച് പുള്ളി എപ്പോഴും ഭയങ്കര ടെൻഷനാണ്. പ്രത്യേകിച്ച് രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ടെൻഷൻ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഒരു രോഗം മൂലം ഭയപ്പെട്ടിരിക്കുന്ന മകനോട് ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല എന്നാണ് സന്ദേശം വന്നത്. അങ്ങനെ ഞാൻ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങി ഏട്ടനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു മെസ്സേജ് അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടനെ കുറിച്ച് തന്നെയാണ്, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ശനിയാഴ്ച കൺവെൻഷൻ കഴിഞ്ഞ് തിങ്കളാഴ്ച ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയി. സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയ്ഡ് എടുത്തതിൽ ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിലും അതെവിടെയും സ്പ്രെഡായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ തമ്പുരാൻ എൻ്റെ ജെൻസേട്ടനെ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. കാരണം ഒരാഴ്ചയും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അതങ്ങ് സ്പ്രെഡായേനെ. പക്ഷെ തമ്പുരാൻ കൃത്യസമയത്ത് ഇടപെട്ട് വലിയ രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ള ഒരു വലിയൊരു സാക്ഷിയാണ് നമ്മളിപ്പോൾ കേട്ടത്. അത്ഭുതങ്ങളുടെ ജപമാലയിൽ പങ്കെടുത്ത് തൻ്റെ ഭർത്താവിന് വേണ്ടി കുറേ പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ ഇവിടുത്തെ ഏകദിന കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കുന്ന സമയത്ത് അപ്പം തന്നെ ആ ഭർത്താവിൻ്റെ അവസ്ഥ തന്നെ അത് എടുത്തു പറഞ്ഞ് ഭർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല. ഞാൻ മരിക്കുമോ എന്നിങ്ങനെ പേടിച്ച് വിറച്ചിരുന്ന ആ ഭർത്താവിനെ പറ്റി ആ ഭാര്യ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭർത്താവ് സന്ദേശം തന്നു. ഭാര്യ ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഉടനെ തന്നെ ആ സഹോദരനെ വിളിച്ചറിയിക്കുക. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ദൈവം അത്ഭുതകരമായി സൗഖ്യം കൊടുത്തതും സംരക്ഷണം കൊടുത്തതാണ് ആ മകളെ സാക്ഷ്യപ്പെടുത്തുക. ദൈവത്തിന് നോക്കുന്ന കൂടാനുകൂടി നന്ദി പറയാം. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് കിട്ടുന്ന ഈ വലിയ അനുഗ്രഹങ്ങൾ ഈ അൽറുഹ ദൈവവചന ശുശ്രൂഷയിലും കർത്താവ് ഇതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അത് ചിലപ്പോൾ ഇവിടെ വിളിച്ച് പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ വിളിച്ച് പറയാത്തതായിരിക്കാം. ഒത്തിരിയേറെ അനുഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ സമയബന്ധിതമായതുകൊണ്ട് അത് വിളിച്ചു പറയാൻ പറ്റണമെന്നില്ല. പക്ഷേ കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹം ദൈവം തരുന്നുണ്ട്. നിയോഗം വെച്ച് നിങ്ങൾ ഈ അൽറുഹ ദൈവവചന ശുശ്രൂഷ കാണുക. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുക. അൽറുഹ ധ്യാനമന്ത്രത്തിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചോ, അല്ലെങ്കിൽ ഇവിടെ ഒരു ശനിയാഴ്ച വന്ന് ഏകദിന കൺവെൻഷനിൽ പങ്കെടുത്ത് അത് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു സാക്ഷ്യം പോലും ഒരു അനുഗ്രഹം പോലും നമ്മൾ മറച്ചു വെക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുക.
കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. എല്ലായ്പ്പോഴും വൻ സൗഖ്യങ്ങളും വൻ കൃപകളും മഹാ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന ഈശോയ്ക്ക് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിക്കുക, കരമുയർത്തി സ്തുതിക്കുക. ശരീരിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. തകർച്ചകളോ ബലഹീനമോ സ്തുതിക്കുന്നു. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.